നമസ്കാരം. ബി.ജെ.പിക്ക് പുതിയ ദേശീയ അധ്യക്ഷ, അതും ഒരു വനിത, അതും ദക്ഷിണേന്ത്യയിൽ നിന്ന്. ഇപ്രാവശ്യം ദക്ഷിണേന്ത്യ കൂടി ബി.ജെ.പി സ്വന്തമാക്കും. അതിനായുള്ള അണിയറ നീക്കങ്ങൾ നടക്കുകയാണ്. വലിയൊരു പരിവർത്തനത്തിന് ഇറങ്ങുകയാണ് മോദി സർക്കാർ. സ്ത്രീ ശാക്തീകരണം മുന്നോട്ട് വയ്ക്കുകയാണ് അദ്ദേഹം ഇതിലൂടെ നടപ്പിലാക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് വനിതാ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ നിയമിച്ച പാർട്ടി കഴിഞ്ഞ വർഷം വനിതാ സംവരണ ബിൽ പാസാക്കുന്നതിനായി പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തതിൽ അഭിമാനിക്കുന്നു. സംസ്ഥാന നിയമസഭകളിലും ലോക്സഭയിലും കുറഞ്ഞത് 33% സീറ്റുകൾ സ്ത്രീകൾക്ക് ഉറപ്പാക്കാനാണ് നിയമനിർമ്മാണം ലക്ഷ്യമിടുന്നത്. ദില്ലി മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത എത്തിയതും സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി തന്നെയാണ്. ബി.ജെ.പി ചരിത്രം കുറിക്കാൻ പോവുകയാണ്. ആ വനിത ആരായിരിക്കും? നമുക്ക് നോക്കാം. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു സ്ത്രീയെ ഈ ഉന്നത സ്ഥാനത്തേക്ക് നിയമിക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. ദക്ഷിണേന്ത്യയിൽ ജനങ്ങൾക്ക് ശക്തമായൊരു സംഘടനാ സന്ദേശം നൽകുന്നതിന് ഇത് മിക്കവാറും സാധ്യമാണ്. ഒരു മുതിർന്ന പ്രവർത്തകൻ തന്നെയാണ് ഇതിനെക്കുറിച്ച് സൂചന നൽകിയത്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു സ്ത്രീയെ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്താൽ ആന്ധ്ര ബി.ജെ.പി മേധാവി ദഗുപതി പുരന്ദേശ്വരിയോ, ബി.ജെ.പി മഹിളാ മോർച്ച ദേശീയ പ്രസിഡന്റും കോയമ്പത്തൂർ എം.എൽ.എയുമായ വാനതി ശ്രീനിവാസനോ ഏറ്റവും സാധ്യതയുള്ള സ്ഥാനാർത്ഥിയായി ഉയർന്നേക്കാം. രഘുപതി പുരന്ദേശ്വരി മുൻനിര സ്ഥാനാർത്ഥികളിൽ ഒരാളാണെന്ന് വൃത്തങ്ങൾ പറഞ്ഞു. പ്രാദേശിക സ്വാധീനവും ദേശീയ ഐക്യവും സന്തുലിതമാക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് ഈ സ്ഥാനാർത്ഥികളിൽ ഒരാളെ തിരഞ്ഞെടുത്തത്. ഏകദേശം 66 വയസ്സുള്ള പുരന്ദേശ്വരി സംഘടനാ കാര്യങ്ങളിൽ ഗണ്യമായ പരിചയ സമ്പത്ത് നേടി കോൺഗ്രസ് വിട്ടതിന് ശേഷം 2014 ബി.ജെ.പിയിൽ ചേർന്നു. നിലവിൽ ആന്ധ്രാപ്രദേശിൽ ബി.ജെ.പി മേധാവിയായ സേവനമനുഷ്ഠിക്കുന്ന ഇവർ വളരെ വാചാലയായ ഒരു വനിതാ നേതാവായി കണക്കാക്കപ്പെടുന്നു. മികച്ച പ്രസംഗ വൈദഗ്ധ്യവും 5 ഭാഷകളിലെ പ്രാവീണ്യവും കാരണം ദക്ഷിണേന്ത്യയുടെ സുഷമ സ്വരാജ് എന്നറിയപ്പെടുന്ന അവർക്ക് ബി.ജെ.പി അണികൾക്കും അനുയായികൾക്കും ഇടയിൽ വ്യാപകമായ സ്വീകാര്യതയുണ്ട്. ബി.ജെ.പി മഹിളാ മോർച്ചയുടെ ദേശീയ അധ്യക്ഷയായ വാനതി ശ്രീനിവാസൻ പാർട്ടിയുടെ പ്രധാന തന്ത്രജ്ഞയും ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. അതേസമയം സ്മൃതി ഇറാനിയെ ബി.ജെ.പി അധ്യക്ഷയായി നിയമിക്കുമെന്ന് അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. അവർ നിയമിതയായാൽ പാർട്ടിയുടെ ആദ്യ വനിതാ പ്രസിഡന്റായിരിക്കും അവർ. മോദി 3.0 മന്ത്രിസഭയിൽ നിന്ന് ഇറാനിയെ ഒഴിവാക്കി പകരം ജാർഖണ്ഡിൽ നിന്നുള്ള ബി.ജെ.പി ഒ.ബി.സി നേതാവ് അന്നപൂർണ ദേവിയെ കേന്ദ്ര വനിതാ ശിശുക്ഷേമ വികസന മന്ത്രിയായി നിയമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സ്മൃതി ഇറാനിയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ പേരും പട്ടികയിൽ ഉൾപ്പെടുന്നതായി പറയപ്പെടുന്നു. ബി.ജെ.പി ചരിത്രം കുറിക്കുമോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയാം. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യു.എസിലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.